നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CJPയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ നടക്കുന്ന സമരത്തിന് അനുകൂലമായും പ്രതികൂലമായും ഒട്ടനവധി ചർച്ചകൾ നടക്കുന്ന സമയമാണിപ്പോൾ. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇപ്പോൾ CJPയുടെ സമരത്തിനെ പിന്തുണയ്ക്കുകയാണ്. അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി രൂപം കൊള്ളുന്നത് തന്നെ ഇന്ത്യൻ സംവിധാനങ്ങൾക്കെതിരെ യുവജനങ്ങൾ എന്ന ഒരു സന്ദേശത്തിലാണ്. അതായത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിൽ നടന്ന ഒരു ഹർജിയുടെ വാദത്തിനിടെ ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെല്ലാം പാറ്റകളെ പോലെയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് CJP നിലവിൽ വരുന്നത്. അതിനെതിരെ യുവാക്കളുടെ ഒരു പ്രതിഷേധം ഓൺലൈനിൽ സംഘടിപ്പിച്ചുകൊണ്ടാണ് CJP രംഗത്ത് വരുന്നത്. CJPയുടെ സ്ഥാപകനായിരുന്ന ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അമേരിക്കയിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. അതായത് ഒരു ഹർജിയുടെ വാദം കേൾക്കവേ ആ ഹർജിയുമായി ബന്ധപ്പെടുത്തി ആ ഹർജിയിൽ പ്രതിപാദിക്കുന്ന ചില ആളുകൾ, ഇങ്ങനെയും ചില ആളുകളുണ്ട് പാറ്റകളെ പോലെ എന്ന് പറഞ്ഞതിനെയാണ് ഇന്ത്യയിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ മുഴുവൻ പാറ്റകളെ പോലെയാണ് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു എന്ന രീതിയിലൊരു വ്യാഖ്യാനം അന്ന് ഉണ്ടാക്കിയെടുത്തത്. അത് സർക്കാരിനെതിരെ ഒരു വലിയ മൂവ്മെൻ്റ് ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ട്വിറ്റർ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൃത്രിമമായി ഫോളോവേഴ്സിനെയും മറ്റുമൊക്കെ സൃഷ്ടിച്ചുകൊണ്ടൊരു തരംഗമാണ് അന്ന് ഈ അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യയിൽ നടത്തിയത്. തൊട്ടു പിന്നാലെ നീറ്റ് പരീക്ഷയിൽ ചില ക്രമക്കേടുകൾ ഉണ്ടാകുന്നു. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പരീക്ഷ റദ്ദാക്കുന്നു, പുനഃപരീക്ഷ നടക്കുന്നു. ഒട്ടും പരാതികളൊന്നുമില്ലാതെ പരീക്ഷ ഭംഗിയായി തന്നെ പൂർത്തിയാകുന്നു. ആ അധ്യായം അവിടെ അവസാനിക്കുന്നു. ഇതിനെ ഏറ്റെടുത്തുകൊണ്ടാണ് CJP വീണ്ടും രംഗത്ത് വരുന്നത്. ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിലേക്ക് വരാനാണ് CJP പിന്നീട് ശ്രമിച്ചത്. അതിനായി ബംഗളൂരുവിലടക്കം നിരവധി സ്ഥലങ്ങളിൽ ഈ ഓൺലൈൻ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഓഫ്ലൈൻ മീറ്റിങ്ങുകൾ ഈ CJPയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ വിളിച്ചിരുന്നു. പക്ഷേ ആ മീറ്റിങ്ങുകളെല്ലാം പങ്കാളിത്തമില്ലായ്മ കൊണ്ട് യുവജനങ്ങൾ വലിയ രോക്ഷാകുലരാണ് എന്ന് പറഞ്ഞ് പ്രചാരണം തുടങ്ങിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മീറ്റിങ്ങുകളിലൊന്നും ആരും പങ്കെടുത്തില്ല. അങ്ങനെയാണ് ഓഫ്ലൈനിലേക്ക് ഈ അഭിജിത്ത് ദീപ്കെ വരുന്നത്. അമേരിക്കയിൽ നിന്നും നേരിട്ട് ഇന്ത്യയിലേക്ക് എത്തുകയായിരുന്നു. നേരത്തെ തന്നെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളെല്ലാം ഇത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരായിട്ടുള്ള ഭീഷണിയാണ് എന്നാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഓൺലൈൻ മൂവ്മെൻറ്റിനെ വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ അഭിജിത്ത് ദീപ്കെ അറസ്റ്റ് ചെയ്യപ്പെടും എന്നാണ് എല്ലാവരും കരുതിയത്. അങ്ങനെ അറസ്റ്റ് ചെയ്താൽ ഈ നരേന്ദ്രമോദിക്കെതിരെ ഫാസിസം എന്ന പഴയ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്ന് ഇരവാദം ഉന്നയിക്കാം എന്നാണ് അഭിജിത്ത് ദീപ്കെ വിചാരിച്ചത്. പക്ഷേ മോദി ഇയാളെ അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, സമാധാനപരമായി ഈ സമരം തുടരാനായി ജന്തർ മന്ദർ പോലെയുള്ള സ്ഥലത്ത് അനുമതിയൊക്കെ കൊടുക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകിയാൽ മാത്രമേ അനുവാദം ലഭിക്കുകയുള്ളൂ എങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി ചോദിച്ച അന്ന് തന്നെ അനുവാദം കൊടുത്ത് ആ സമരത്തെ അപ്രസക്തമാക്കുക എന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇങ്ങനെ വലിയ ശ്രദ്ധയൊന്നും കിട്ടാതെ വന്നപ്പോഴാണ് സോനം വാങ്ചുക്കിനെ കൊണ്ടുവന്ന് നിരാഹാര സമരം നടത്തിച്ചത്. അപ്പോഴും ഈ പരിപാടി അല്ലെങ്കിൽ ഈ പ്രതിഷേധ പരിപാടിയിലേക്കുള്ള ജനപങ്കാളിത്തം നന്നേ കുറവായിരുന്നു. ഏറ്റവും ഒടുവിൽ ദില്ലി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സോനം വാങ്ചുക്കിൻ്റെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴാണ് വീണ്ടും ഒരു അല്പം ശ്രദ്ധ ഈ CJPയുടെ പ്രക്ഷോഭത്തിന് ലഭിച്ചത്. പിന്നാലെ പാർലമെൻറ്റ് സമ്മേളനം വരുന്നു. പാർലമെൻറ്റ് സമ്മേളനത്തെ ഒന്ന് കളറാക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം പിന്തുണയുമായി ഓടി ഈ മാസങ്ങൾ നീണ്ട സമരത്തിന് ശേഷം അപ്പോഴൊന്നും പങ്കെടുക്കാതെ ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനത്തിന് തൊട്ട് മുന്നോടിയായി CJPയുടെ സമരത്തിനെത്തിയത്. ഇങ്ങനെ സമരം ഇപ്പോൾ കൊഴുക്കുകയാണ്. കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ച വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഇവരുടെ പാർലമെൻറ്റ് മാർച്ചിൽ അരങ്ങേറി. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അതീവ സുരക്ഷാ മേഖലയാണ്. അവിടേക്ക് മാർച്ച് നടത്താൻ ആർക്കും അനുമതിയില്ല. അങ്ങനെ ആരും അനുമതി ചോദിച്ചിട്ടുമില്ല. ആരും അനുമതി ചോദിക്കാതെയും നൽകാതെയും ഒക്കെയാണ് അനധികൃതമായി ഒരു ജനക്കൂട്ടം അവിടേക്ക് പോയത്. തീർച്ചയായും പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. ബലം പ്രയോഗിക്കുമ്പോൾ പലർക്കും പരിക്കേൽക്കും. പോലീസുകാർക്കും ഈ പറയുന്ന പ്രവർത്തകർക്കും അതായത് സമരക്കാർക്കും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. കൂടുതൽ പേർ പരിക്കേറ്റത് പോലീസിനാണ്. 70 പോലീസുകാരും 20 സമരക്കാർക്കുമാണ് പരിക്കേറ്റത് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ നടന്നത് എന്ത് തരത്തിലുള്ള അക്രമ പ്രവർത്തനമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ സമരം പുരോഗമിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള നിരവധി വാർത്തകൾ വരുന്നത്. കേരളത്തിലെ പല മാധ്യമങ്ങളും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നേരെ നിഷ്ഠൂരമായ ആ പോലീസ് ആക്രമണം, പോലീസ് ഇന്ത്യയിൽ ലാത്തി ചാർജ് ചെയ്യുന്നു, അത്
ജനാധിപത്യ വിരുദ്ധമല്ലേ എന്നൊക്കെയുള്ള അതിശയോക്തി കലർന്ന റിപ്പോർട്ടിങ്ങുകൾ നൽകുന്നു. മാത്രമല്ല ഈ പറയുന്ന വിദ്യാർത്ഥികൾ അവർ എത്ര നാളായി പറയുന്നു ഒന്ന് രാജിവെച്ചുകൂടെ എന്നൊക്കെയുള്ള നരേറ്റീവുകൾ സൃഷ്ടിക്കുന്നു. അതേസമയം ലാത്തി ചാർജുകളും അതുപോലെ തന്നെ നിരവധി സമരങ്ങളും അക്രമാസക്തമായ സമരങ്ങളുമെല്ലാം നിരവധി നടക്കുന്ന കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള അതിശയോക്തി സൃഷ്ടിക്കുന്നത് എന്നോർക്കണം. മാത്രമല്ല ഈ അക്രമ സമരത്തെ വല്ലാതെ വെള്ള പൂശാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. എന്നാൽ സമരത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകളും മറുപക്ഷത്തും ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾ നടത്തുന്നുണ്ട്. അതിലൊന്ന് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ദേശീയ സുരക്ഷാ നിയമം ദില്ലിയിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നു, ദില്ലിയിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ജൂലൈ 19 മുതൽ ഈ ദേശീയ സുരക്ഷാ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ദില്ലിയിൽ നടക്കുന്ന ഈ പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദില്ലി പോലീസ് ജൂൺ 19 മുതൽ ഒക്ടോബർ 18 വരെ ഈ ദേശീയ സുരക്ഷാ നിയമം നീട്ടിയിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ. ഇനി മുതൽ ഈ സമരക്കാർ പെട്ടുപോകും, സമരം ചെയ്തവർക്ക് നേരെ കടുത്ത നടപടികൾ വരാൻ പോകുന്നു. ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ച് ഇവരെ 12 മാസം വരെ തടങ്കലിൽ വയ്ക്കാൻ കഴിയും. അഭിജിത്ത് ദീപ്കെ സമരസ്ഥലത്ത് നിന്നും സമരവേദിയിൽ നിന്നും മുങ്ങി. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് പോയ രഞ്ജിനി ഹരിദാസ് അടക്കമുള്ള നടീനടന്മാരെ തേടി NIA വരാൻ പോകുന്നു. ഇവരെ 12 മാസം വരെ വിചാരണയില്ലാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ പോകുന്നു. രഞ്ജിനി ഹരിദാസ് ഇനി 12 മാസത്തേക്ക് കേരളം കാണില്ല എന്നിങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. സത്യത്തിൽ ദേശീയ സുരക്ഷാ നിയമം അവിടെ റിവ്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദില്ലിയിൽ ആ നിയമം റിവ്യൂ ചെയ്തിട്ടുണ്ട്. 19 മുതൽ ഒക്ടോബർ, അതായത് ജൂലൈ 19 മുതൽ ഒക്ടോബർ 18 വരെ അത് നീട്ടിയിട്ടുണ്ട് എന്നതും സത്യമാണ്. പക്ഷേ ദില്ലി പോലീസ് തന്നെ ഇത് വ്യക്തമായി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിവ്യൂവുമായും ദില്ലിയിൽ നടക്കുന്ന സമരവുമായും യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ചില സമരാനുകൂലികൾ തന്നെയാണോ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് എന്നും സംശയമുണ്ട്. കാരണം ഇങ്ങനെ അഭിജിത്ത് ദീപ്കെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, 12 മാസത്തേക്ക് കരുതൽ തടങ്കലിൽ വയ്ക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള പ്രചരണം വരുമ്പോൾ തീർച്ചയായും കൂടുതൽ ശ്രദ്ധ കിട്ടാനും ഈ പറയുന്ന അലമ്പ് കാണിക്കുന്ന കൂട്ടങ്ങളെ മുഴുവൻ ദില്ലിയിലേക്കും ആകർഷിക്കാനുള്ള പരിപാടിയാണോ എന്നറിയില്ല. പക്ഷേ ഇതിനെ സംഘികളും അതുപോലെ തന്നെ മറ്റ് BJP അനുകൂല നിലപാടുള്ളവരുമെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ഇവരെല്ലാം ഇത് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ മറ്റും വലിയ ആഘോഷം നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല സത്യമെന്ന് ദില്ലി പോലീസ് തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ആക്ട് ഉണ്ട്, തീർച്ചയായും ദില്ലി പോലീസിന് അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ട്. ദില്ലി പോലീസ് കമ്മീഷണർക്കാണ് ഇതിൻ്റെ അധികാരം, ഇങ്ങനെ ഒരാളെ കരുതൽ തടങ്കലിൽ വയ്ക്കാനുള്ള അധികാരമുള്ളത്. ഇത് സത്യത്തിൽ 1980 മുതൽ ഇത് ഒരു പരിധിവരെ ആവശ്യമുള്ള ഒരു നിയമവും കൂടിയാണ്. കാരണം ദില്ലിയുടെ സുരക്ഷയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ആവശ്യമാണ്. 1980 മുതൽ ഈ ഒരു നിയമം ദില്ലി പോലീസിനുണ്ട്, ഈ ഒരു അധികാരം ദില്ലി പോലീസിനുണ്ട്. ഓരോ 3 മാസം കൂടുന്തോറും സാഹചര്യങ്ങൾ വിലയിരുത്തി ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് പതിവ്. അടുത്തൊരു 3 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അത് 1980 മുതൽ ചെയ്തു വരുന്ന പരിപാടിയാണ്. ഈ കഴിഞ്ഞ ജൂലൈ 7-ാം തീയതിയാണ് ദില്ലി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നിയമം റിവ്യൂ ചെയ്തത്. ആ സമയത്തൊന്നും ഈ പറയുന്ന പാറ്റകളുടെ സമരം ഈ രീതിയിൽ വളർച്ച പ്രാപിച്ചിരുന്നില്ല. ജൂലൈ 19 മുതലാണ് ഈ ഒരു നിയമം വീണ്ടും നീട്ടിയ നിയമം പ്രാബല്യത്തിൽ വരിക. ഒക്ടോബർ 18 വരെ അതുണ്ടാവുകയും ചെയ്യും. ശരിയാണ്, ഇത്തരത്തിൽ ഈ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യുന്നവരെ യാതൊരുവിധ ജാമ്യമോ ഒന്നും കൂടാതെ 12 മാസം വരെ കുറ്റപത്രമൊന്നും നൽകാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ കഴിയും. ലഡാക്കിൽ പ്രക്ഷോഭമുണ്ടായപ്പോൾ നമ്മൾ ഈ സോനം വാങ്ചുക്കിനെ അത്തരമൊരു സുരക്ഷാ നിയമം ചുമത്തിയാണ് കരുതൽ തടങ്കലിൽ വച്ചിരുന്നത് എന്ന് നമ്മൾ കണ്ടു. അത് തീർച്ചയായും രാജ്യത്തിൻ്റെ സുരക്ഷ അപകടത്തിലാകുമ്പോൾ ഏറ്റവും ഒടുവിലായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. തൽക്കാലം ആ ഒരു നിയമം ഈ ഒരു സമരത്തിന് മേൽ എടുക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ദില്ലി പോലീസ്. സത്യത്തിൽ ഈ സമരം കാരണമൊന്നുമല്ല, അഭിജിത്ത് ദീപ്കെ അവിടെ നിന്ന് മുങ്ങിയിട്ടില്ല. രഞ്ജിനി ഹരിദാസ് അകത്ത് പോയാലും 12 മാസത്തേക്ക് പോകുമോ, അങ്ങനെ പോകുമോ എന്ന് തന്നെ അറിയില്ല. പക്ഷേ രഞ്ജിനി ഹരിദാസ് ഒന്നും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഇല്ല ഈ കാരണം കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ സമരത്തിനെതിരായി സർക്കാരിനെ അനുകൂലിച്ച് നടക്കുന്ന പ്രതികരണങ്ങളും ഒരല്പം അതിര് വിടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ദേശീയ സുരക്ഷാ നിയമം അവിടെയുണ്ട് എന്നുള്ളത് ഈ സമരക്കാർ അവിടെ കിടന്ന് വലിയ വേലത്തരം കാണിക്കുന്നവർക്കെല്ലാം ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അത് ഒരു പരിധിവരെ ഒരുപക്ഷെ വാങ്ചുക്കിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ലഡാക്ക് പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ വാങ്ചുക്കിനെ ആ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോനം വാങ്ചുക്കിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അത് പ്രയോഗിക്കപ്പെടാതിരിക്കാൻ കഴിയില്ല എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവിധ സാധ്യതകൾ അതിനുമുണ്ട്. പക്ഷേ ഈ ഒരു സമരത്തിൻ്റെ പേരിലല്ല, അല്ലെങ്കിൽ സമരം അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല ദില്ലി പോലീസ് ഇതൊരു റിവ്യൂ
ചെയ്ത് ദേശീയ സുരക്ഷാ നിയമം ഒക്ടോബർ 18 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നത്. മറിച്ച് അത് ഒരു റുട്ടീൻ പരിപാടിയായിരുന്നു. 1980 മുതൽ നടന്നു വരുന്ന ഒരു കാര്യമായിരുന്നു. അത് ഇത്തവണയും നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ദില്ലിയിൽ കിടന്ന് ആളാകുന്നവർ ഇതിന്ന് ജാഗ്രതയോടുകൂടി കേൾക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് മാത്രമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ദേശീയ സുരക്ഷാ നിയമം ഈ ഒരു സമരത്തെ മുന്നിൽ കണ്ടുകൊണ്ടല്ല എങ്കിൽ പോലും NIA അന്വേഷണത്തിനുള്ള സാധ്യത തേടി ദില്ലി ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിട്ടുണ്ട് എന്ന വാർത്ത ഇതിനോടനുബന്ധിച്ച് വരുന്നുണ്ട്. അതായത് NIA അന്വേഷണം വേണം. തിങ്കളാഴ്ച നടന്ന അക്രമ സംഭവങ്ങൾ അത് ഒരു പരിധിവരെ ഈ തീവ്രവാദ സ്വഭാവമുള്ള അക്രമ സ്വഭാവങ്ങളാണ്. അതായത് നമ്മുടെ പട്ടാളക്കാരെ തെറിവിളിക്കുന്ന സാഹചര്യമുണ്ടായി. രാജ്യത്തിനെതിരെ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ അതിൽ ഉയർന്നിരുന്നു. പലതരത്തിലുള്ള അക്രമ സംഭവങ്ങളും അരങ്ങേറിയിട്ടുണ്ട്. തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവർക്ക് വിദേശ ധനസഹായം എത്തിയിട്ടുണ്ട് എന്ന ആരോപണമുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ തീവ്രവാദ ഏജൻസിയായ NIA ഈ ഒരു അക്രമ സംഭവം, ദില്ലിയിൽ നടന്ന അക്രമ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദില്ലി ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുന്നത്. ആ ഹർജി നാളെ പരിഗണിക്കാമെന്ന് ദില്ലി ഹൈക്കോടതി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പോലീസിൻ്റെ ക്രൂരതയ്ക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CJP നൽകിയ ഹർജി തള്ളുകയും ഈ ഒരു ഹർജി NIA അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി നാളെ പരിഗണിക്കാമെന്ന് ദില്ലി ഹൈക്കോടതി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അത് ഒരു പക്ഷേ ഗൗരവകരമായി എടുക്കേണ്ട ഒരു വാർത്തയാണ്. ആരൊക്കെയാണോ ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് അവർക്ക് ഈ പറയുന്ന തരത്തിലുള്ള വിദേശ ഫണ്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കലാപത്തിന് അത് ഉപയോഗിച്ചതായി കണ്ടെത്തിയാൽ തീർച്ചയായും NIA ഇവരെ പിടികൂടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ NIA അന്വേഷണത്തിന് കോടതി ഉത്തരവിടുമോ എന്നറിയില്ല. പക്ഷേ ഹർജി പോയിട്ടുണ്ട്. അത് നാളെ വാദം കേൾക്കാം എന്ന് കോടതി സമ്മതിച്ചിരിക്കുക.